ഈ മച്ചിലിങ്ങനെയൊക്കെ ഓ പൊട്ടിപ്പൊളിഞ്ഞു ഗൈസ്. ഇതാണ് അമ്മയുടെ പഴയ വീട്. ഇവിടെ ആയിരുന്നു അമ്മ കോളേജിൽ പഠിക്കുന്ന ടൈം വരെ നിന്നോണ്ടുണ്ടായത്. കണ്ട വാ, നിന്റെ അകത്തോട്ട് വരുന്നാ, അകത്തോട്ടേക്ക് വരുന്നാ. കേറിക്കോ. ഇതാണ് അമ്മ പണ്ട് കിടന്നിട്ടുണ്ടായ റൂം. യുനോ സിതുട്ടാ, അമ്മ നിന്റെ ഡാഡിയും മമ്മിയും നല്ല ലവേഴ്സായിട്ടിരുന്ന സമയത്ത് ഇതേ ഈ നിലത്ത് കിടന്നിട്ടാണ് നമ്മളെപ്പോഴും ചാറ്റ് ചെയ്തുകൊണ്ടുണ്ടായത്. ഇതമ്മ വരച്ചതാണ്. ആടെ അമ്മ ഒരു സാധനം വരച്ച് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു, അത് പോയി. ഇവിടെ ലൈറ്റൊന്നുമില്ല. ഇതായിരുന്നു അമ്മയുടെ മേക്കപ്പ് ബോക്സ്. ഇതിൻ്റെ അകത്ത് അമ്മയുടെ സാധനം എല്ലാം അമ്മ പണ്ട് വെച്ചോണ്ടുണ്ടായത്. അതമ്മ വരച്ചതായിരുന്നു. ഇനിയുമുണ്ട്. ഇതും അമ്മ വരച്ചതായിരുന്നു. അവൻ പോയി. ഇതിൻ്റെ മുകളിലൊക്കെ അമ്മയുടെ നിറയെ സാധനങ്ങളുണ്ടായിരുന്നു പണ്ട്. എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ. ഞാൻ എൻ്റെ കല്യാണം, അതായത് പുതിയ വീടായതിനു ശേഷം ഞാൻ അവിടെയായിരുന്നു നിന്നത്. പിന്നെ കല്യാണത്തിൻ്റെ തലേ ദിവസം ഞാൻ ഇവിടെ വന്ന് കിടന്നു. ആരും അറിയാണ്ട് ഞാൻ ഇവിടെ വന്ന് കിടന്നു. ഈ റൂമിൽ, എൻ്റെ റൂമിൽ. എനിക്ക് മാത്രം അച്ഛൻ കാവിയിട്ട്, ലൈക്ക് സിമൻ്റ് ഇട്ട് കാവിയിട്ടുന്ന സ്ഥലമാണിത്. ബാക്കി എല്ലാ റൂമിൻ്റെയും നിലം ഇതുപോലെ പരുവരുത്തതായിരുന്നു. അപ്പം എനിക്ക് വേണ്ടി മാത്രം അച്ഛൻ ഈ റൂം സെറ്റാക്കി തന്നതാണ്. ലൈക്ക് നന്നായി ചുമര് തേച്ച് മഞ്ഞ പെയിൻ്റ് അടിച്ച്, അതേതോ ഒരു പെയിൻ്റ്, ഇങ്ങനെ വില കുറഞ്ഞൊരു പെയിൻ്റായിരുന്നു. അപ്പോൾ അതേ അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. എന്നിട്ടിങ്ങനെ ചായം പൂശി തന്ന് ഇതുപോലൊരു പഠിക്കാനും എഴുതാനും വായിക്കാനും ഇതുപോലൊരു സ്ലാബ് സെറ്റാക്കി തന്ന് ഇവിടെ ഇരുന്നിട്ടായിരുന്നു എൻ്റെ എഴുത്തും വായനയും എവറിത്തിങ് നടന്നുകൊണ്ടുണ്ടായത്. പിന്നെ എല്ലാ ചുമരും ഇതുപോലത്തെ ചുമരായിരുന്നു, തേക്കാത്ത ചുമര്. ഇത് നമ്മൾ ഫസ്റ്റ് വാങ്ങിയ ഷെൽഫാണ് നമ്മുടെ വീട്ടിൽ. ആ ഷെൽഫ് ഇതിൽ ഫസ്റ്റ് നമ്മൾ എവിടെയോ പോയിട്ട് വന്ന സമയത്ത്, ഞാനല്ല അച്ഛനെ മറ്റേ എവിടെയോ പോയിട്ട് വന്ന സമയത്ത് വാങ്ങിയതാണ് ഈ ഒരു സാധനം. ഇതിന് എത്ര കാലത്തെ പഴക്കമുണ്ടെന്ന് എനിക്ക് പറയാൻ പോലും പറ്റൂല. അത്രയും പഴക്കമുള്ള ഒരു സാധനം. ഇപ്പോഴും എന്ത് ഷൈനിങ് ആ നമുക്ക്. ജയ് മാതാദി. പിന്നെ ഇതായിരുന്നു ഞങ്ങളുടെ ഹെവനിലേക്കുള്ള ഒരു കോവണി. ഇത് അട്ടം, മച്ച് എന്ന് പറയും. ഇതിൻ്റെ അകത്ത് കിടക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ വലിയ വലിയ കഥകളുണ്ട് അതിൻ്റെ പുറകിൽ. എന്താണെന്ന് വെച്ചാൽ, ആ വൃത്തിയാക്കിയ റൂം ഞാൻ കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് എൻ്റെ ഏട്ടൻ കിടന്നുകൊണ്ടുണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു ഈ മച്ച്. ഇവിടെ ഇപ്പോൾ പാമ്പോ പഴുതാരയോ പല്ലിയോ ഐ ഡോണ്ട് നോ എന്തെങ്കിലും ഉണ്ടോയെന്ന്. ഈ മച്ചിലിങ്ങനെയൊക്കെ ഓ പൊട്ടിപ്പൊളിഞ്ഞു ഗൈസ്. കാല് പോയി. ഭാഗ്യം കുഞ്ഞിനും കൊണ്ട് കയറാത്തത്. ഇവിടെ ഒരു കോവണി ഉണ്ടായത് പൊട്ടിപ്പോയി. അയ്യോ, കയറാൻ പേടിയാവുന്നു. അയ്യോ, ചാവാട് രക്ഷപ്പെട്ടു. ഇവിടെയും പൊട്ടിയതാണ്. ഞാൻ ആടെ കയറി താഴോട്ട് വീണ ചിലപ്പോൾ എൻ്റെ തലയും പല്ലൊക്കെ വേറെ വേറെ. ഇതിനൊക്കെ നല്ല ഉറപ്പുണ്ട്, പക്ഷെ ഇതിനൊന്നും തീരെ ഉറപ്പില്ല. ഇവിടെ ആക്ച്വലി അമ്മമ്മ മുകളിലല്ല, ഈ ഒരു ബെഡിൽ അമ്മമ്മ കിടക്കാറുണ്ട്. വേറൊന്നല്ല, ആ പുതിയ വീട്ടിൽ വന്ന് കിടക്കാൻ പറഞ്ഞാൽ കിടക്കൂല. ഇവിടെ എന്തോ നിധി അല്ലെങ്കിൽ സ്വർഗമാണ് എന്നുള്ളൊരു ധാരണയാണ്. അതുകൊണ്ട് ഞാൻ മുകളിലോട്ട് കയറുന്നില്ല, എനിക്ക് പേടിയാവുന്നു. ഇതാണ് മച്ച്. ഉണ്ട്, അവിടെ ഒരു കയറിയിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു കാണിച്ചു തരാൻ. ഞാനൊന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാൻ പറ്റുമോ? ഓ ഇല്ല, ഇവിടെയൊക്കെ പൊട്ടിയിട്ടുണ്ട്. ബാലൻസ് ചെയ്ത് നിന്ന് ഞാൻ എന്ത് ചെയ്യുമല്ലയോ. പേടിയുണ്ട്, ബട്ട് സ്റ്റിൽ ഇഫ് ഗൈസ് വോണ്ട്. ഓ യെസ്, ഇതാണ് മച്ച്. കണ്ട ഇവിടെ ഇപ്പം വൃത്തികേടാണ്, പക്ഷെ ഇതിലും വൃത്തിയായിരുന്നു ഇവിടെ.
നല്ല വൃത്തിയായിരുന്നു. അത്യാവശ്യം ഒരു സൈഡ് ഇതുപോലെ സിമെൻ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ സൈഡാണ്, ഓ എനിക്ക് കൈകാലം പറിച്ചിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട്, ഈ സൈഡാണ് ലൈക്ക് നമ്മളെ ചാണകം മെഴുകിയത്. അങ്ങോട്ടേക്ക് സിമെൻ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെയായിരുന്നു എൻ്റെ ഏട്ടൻ പായിട്ട് ഷീറ്റൊക്കെ വിരിച്ച് കിടന്നുകൊണ്ടുണ്ടായത്. ഇത് ഫുൾ നൊസ്റ്റുവാണ്, ഭയങ്കര നൊസ്റ്റുവാണ് കാണുമ്പോൾ. അയ്യോ, ഇതായി ജനലായിരുന്നു നമ്മുടെ. ഇതൊക്കെ ഒരു നൊസ്റ്റുവാണ്, എന്താ പറയാന്നറിയില്ല. നിങ്ങൾക്ക് ഇതുപോലത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കൊമന്റ് ബിലോ. അയ്യോ, ഇതിനെ താഴെ കുഞ്ഞിച്ചേർക്കാൻ അങ്ങോട്ട് മാറ്. ഓ മൈ ഗോഡ്. ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പം ഇങ്ങോട്ട് വന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഷെൽഫിൻ്റെ അകത്ത് പഴയ കുറേ സാരികളൊക്കെ ഉണ്ട്. അപ്പോൾ ആ സാരികൾ കിട്ടുകയാണെങ്കിൽ, വല്ലതും സ്റ്റിച്ച് ചെയ്യാൻ കിട്ടുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് കരുതിയിട്ടാണ്. അപ്പോഴാണ് ഞാൻ വേറൊരു സാധനം കണ്ടത്. ഇത് കണ്ട, ഇത് പഴയ ഇസ്തിരിപ്പെട്ടിയാണ്. ഞാൻ 10ാം ക്ലാസ്സിലും +1ഉം +2 ഒക്കെ പഠിച്ചുകൊണ്ടുണ്ടായ ടൈമിൽ അയ്യോ ഈ ഒരു ഇസ്തിരിപ്പെട്ടിയിലായിരുന്നു ചിരട്ട കത്തിച്ച് ഇസ്തിരിട്ടുണ്ടായിരുന്നു. ഞാൻ ആ പരിപാടിക്ക് നിൽക്കാറില്ല. എൻ്റെ അച്ഛനൊരു സൺഡേ ആകുമ്പോൾ എല്ലാവരുടെയും ഡ്രസ്സും എടുത്ത് വെച്ച് ലോഡ് ചിരട്ടയും കത്തിച്ചിട്ടിരിക്കും. എൻ്റെയും ഏട്ടൻ്റെയും യൂണിഫോമും അച്ഛൻ്റെ ഷർട്ടും മുണ്ടും എല്ലാം എടുത്തിട്ട് ഒരു വൈകുന്നേരം 6 മണി മുതൽ ഇരിക്കും. വിളക്ക് വെച്ചതിന് ശേഷം ഇരിക്കും, TV-യും വെക്കും. അപ്പോൾ എന്നിട്ട് ഇതിലൊരു പണിയായിരുന്നു, ഒരു 10 മണി വരെയുള്ള പണിയുണ്ട്. പിന്നെ ഇതെൻ്റെ പണ്ടത്തെ ഒരു നിധിയായിരുന്നു ഈ പെട്ടി. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഒന്നും ഉണ്ടാവില്ല. ഇതിൻ്റെ അകത്ത് എന്തൊക്കെയോ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതിലൊക്കെ അമ്മമ്മേടെ എന്തെല്ലോ സാധനമാണ്, നമ്മളത് നോക്കേണ്ട ആവശ്യമില്ല, അവരുടെ പ്രൈവസി. ഇതിൻ്റെ അകത്ത് എൻ്റെ ലവ് ലെറ്റേഴ്സ്, എനിക്ക് കിട്ടിയ ലവ് ലെറ്റേഴ്സ്, കാർഡ്സ് എല്ലാം ഇതിൻ്റെ അകത്തായിരുന്നു ഞാൻ വെച്ചുകൊണ്ടിരുന്നത്. നമുക്കിപ്പോൾ ഈ ഷെൽഫിൻ്റെ അകത്ത് എന്തെങ്കിലും സാരി ഉണ്ടോ നോക്കാം. ലോട്ട്സ് ഓഫ് സാരി ഉണ്ടായിരുന്നു, എല്ലാം ഞാൻ തന്നെ മുറിച്ച് തീർത്ത്. എന്നാലും ഉണ്ട്, കണ്ടില്ലേ. പക്ഷെ എനിക്ക് അടിക്കാൻ പറ്റിയ സാരികളൊന്നും ഇതിൻ്റെ അകത്ത് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നമുക്ക് ഈ ഒരു ബ്ലാക്ക് സാരി എടുത്ത് നോക്കാം. ഓക്കെ, ഇതൊരു നല്ല സാരിയാണ്, നോക്കാം. ഞാൻ ചിലപ്പോൾ അടിക്കില്ല, എനിക്ക് സാരി അങ്ങനെ മുറിച്ച് കളയൽ ഭയങ്കര വിഷമമുള്ള ഒരു കാര്യമാണ്. ഇതിലൊരുപാട് സാരിയുണ്ട്. ഇത് ഞാൻ ഉടുക്കാൻ വേണ്ടി എടുത്തെടുത്ത് വെച്ച സാരിയായിരുന്നു. ഉടുക്കാനൊരു ഒക്കേഷൻ ഇല്ലാത്തത് കൊണ്ട് മാറ്റി വെച്ചതാണ്. ഇതിനൊക്കെ ഒരുപാട് പഴക്കമുണ്ട്. ഞാൻ ഈ സാരിയല്ല, ഇതുപോലത്തെ വേറൊരു സാരി ഉണ്ട്, ഇതാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഈ സാരി ഞാൻ ജനിക്കുന്നതിന് മുന്നേ വാങ്ങിയതാണ് എന്നാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. അങ്ങനെ പറഞ്ഞതായിട്ട് എനിക്കൊരു ഓർമ്മയുണ്ട്. പിന്നെ ഇതൊക്കെ റീസെൻ്റ്ലി പർച്ചേസ്ഡ് സാരി. ഇത് വല്യമ്മേൻ്റെ സാരിയാണ്, അച്ഛൻ്റെ ഏച്ചീൻ്റെ സാരിയാണിത്. ഇത് ഞാൻ പണ്ടേ മുറിച്ചൊരു ടോപ്പ് അടിക്കാൻ ആഗ്രഹിച്ചിരുന്നു, അപ്പോൾ ഒന്നും തന്നില്ല. ഇപ്പോൾ വേണ്ടെന്ന് തോന്നുന്നു. അതിന് ശേഷം അങ്ങനത്തെ സാരി, നൊസ്റ്റാൾജിക് കൈൻഡ് ഓഫ് സാരീസ് ഉണ്ടാവും. പക്ഷെ ഞാൻ ആ വീണ ഷോക്കിൽ എനിക്ക് കയ്യും കാലം വറക്കുന്നതേലും. ദേ ഇരിക്കുന്നു ബ്ലൗസിൻ്റെ തുണി, അല്ല ബ്ലൗസ്. ഈ സാരിയും കൊള്ളാം. അടിക്കാൻ വേണ്ടി എടുത്തിട്ട് പോയാൽ ഞാൻ അടിക്കില്ല, അതാണ് പ്രശ്നം. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങളുടെ ഒരു കിടപ്പ്. കണ്ട, ഇതൊക്കെ ഞാൻ വരച്ച സാരിയാണ്. ഇതിലൊക്കെ ഞാൻ വരച്ചിട്ടുണ്ട്, അതൊന്നും ഇപ്പം നിവർത്താനില്ലേ ശക്തി എനിക്കില്ല. ഇതൊക്കെ കണ്ട, ഇതൊക്കെ ഭയങ്കര എന്താ പറയണ്ടേ, ഭയങ്കര എവർഗ്രീൻ കളറായിട്ടുള്ളൊരു സാരിയാണ്. ഇതൊക്കെ എൻ്റെ ഓർമ്മയിലേ ഉണ്ട്. ഇതൊക്കെ ഞാൻ ഉടുക്കും എപ്പോഴെങ്കിലും ഒരു ആവശ്യം വരികയാണെങ്കിൽ. പക്ഷെ അങ്ങനത്തെ ഒക്കേഷനൊന്നും ഇല്ല. ഒക്കേഷൻ വരുമ്പോൾ പുതിയ സാരി മേടിക്കും, അതാണ് പ്രശ്നം. എൻ്റെ കുഞ്ഞിവിടുന്ന് എവിടേക്കോ രസപ്പെട്ട് ഓടിയിട്ടുണ്ട്. കണ്ട, ഒരുപാടുണ്ട്, ലോട്ട്സ് ഓഫ് സാരീസൊക്കെ ഉണ്ട് ഇവിടെ. കുറേ ഉണ്ട് സാരിയുടെ കളക്ഷൻസൊക്കെ. ഞാൻ വേണമെങ്കിൽ ഒരു ദിവസം സെപ്പറേറ്റ് കാണിച്ച് തരാം. ഇപ്പോൾ ഐ ആം ലീവിങ്. വൈ? ബിക്കോസ് ഈ സ്ഥലത്ത് പാമ്പുകളൊക്കെ ഉള്ളൊരു സ്ഥലമായതുകൊണ്ട് എൻ്റെ കുഞ്ഞി ചെക്കൻ എവിടെയോ ഓടി, അവനെ പിടിക്കണം. ഇതാണ് ഞങ്ങളുടെ മുറ്റം. ഇവിടെ കാറിടിച്ചൊക്കെ ഉണ്ടാവും, നോക്കണ്ട. അതൊരു റൂമായിരുന്നു, അവിടെയായിരുന്നു നമ്മൾ പണ്ട് TV വെച്ചിട്ട് കണ്ടുകൊണ്ടുണ്ടായിരുന്നത്. ഇവിടെയായിരുന്നു TV ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ എന്തൊക്കെയോ ഡംപ് ചെയ്യുന്ന സ്ഥലമാക്കി മാറ്റി.